അമ്മയുടെ ഉള്ളിൽ ഒരു കുട്ടി ഉരുവായിരുന്ന സമയം മുതൽ ആ കൊച്ച് അനുഭവിച്ച കുറെ അധികം പ്രശ്നങ്ങളുണ്ട് എന്ന് വിചാരിക്കും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഹസ്ബൻഡ് വളരെ ക്രൂരമായിട്ട് പെരുമാറി, അതല്ലെങ്കിൽ അമ്മ പല കാര്യങ്ങളിൽ കൂടി ഇൻവോൾവ് ആയി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അപ്പൊ കൊച്ചുള്ളിൽ കിടക്കുകയാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം ഇതാണ്: ഈ കുട്ടിക്ക് അമ്മയിൽ നിന്ന് അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളുടെ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ടാവില്ലേ? Yes or no? Do you agree with me? അങ്ങനെയാണെങ്കിൽ ആ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു കുട്ടിയായിട്ട് ഒരു ഫീറ്റസ് ആയിട്ട് ഗർഭപാത്രത്തിൽ കിടന്ന ഒരു കൊച്ചിന് എന്ത് കിട്ടിയിട്ടുണ്ടാവും? അമ്മയിൽ നിന്ന് ആ തിക്ത അനുഭവങ്ങൾ ആ കൊച്ചിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിട്ടിയിട്ടുണ്ടാവും. ഈ കൊച്ച് ജനിച്ചതിന് ശേഷം ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെട്ട് വളരാൻ ശ്രമിക്കുന്നു. അങ്ങനെ ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെട്ട് വളരുന്ന സമയത്ത് ധാരാളമായിട്ടുള്ള എക്സ്പീരിയൻസ് ആർക്ക് കിട്ടുന്നു? ഈ കുട്ടിക്ക് കിട്ടുന്നു. ആ കിട്ടിയിരിക്കുന്ന എക്സ്പീരിയൻസുകൾ നെഗറ്റീവ് ആണെങ്കിൽ ഈ കൊച്ചിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. യെസ് ഓർ നോ? അപ്പോൾ പ്രിമിറ്റീവ് മൈൻഡ് നെഗറ്റീവ് ആണ്, സബ് കോൺഷ്യസ് മൈൻഡ് നെഗറ്റീവ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 8 വയസ്സിന് ശേഷം അല്ലെങ്കിൽ ഒരു 11 വയസ്സോട് കൂടിയൊക്കെ ശരിക്കും രൂപപ്പെടുന്ന കോൺഷ്യസ് മൈൻഡും എന്തായിരിക്കും? നെഗറ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്.